ബിഗ് ബോസ് ലൈവിൽ ഇന്നും നോറയുടെ കരച്ചിൽ നാടകമുണ്ടായിരുന്നു. അവിടെ സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ കൈ കെട്ടിയ ആ ടാസ്ക്. അവിടെ ജിൻഡോന്റെയും നോറയുടെയും കൈ കെട്ടിയ ആ ടാസ്കിന് ശേഷം നോറ ബാത്റൂമിൽ കയറിയിരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. ആ സമയത്ത് റസ്മിൻ അവിടെ വരുന്നുണ്ട്. ക്യാപ്റ്റൻ എന്ന നിലയിൽ റസ്മിൻ അവിടെ വന്ന് ബാത്റൂമിന്റെ അവിടെ നിന്ന് കുറേ നേരം സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ പറയുന്നത്, നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ ഒപ്പം കൈയൊക്കെ കെട്ടി ഒരുമിച്ച് നിർത്തി കഴിഞ്ഞാൽ നീ സന്തോഷത്തോടെ ചിരിക്കുമോ, നീ അവിടെ അഭിനയിക്കുമോ ഇരുന്നുകൊണ്ട്, അതൊക്കെ ചെയ്യാൻ നിനക്ക് പറ്റുമോ? എനിക്ക് അതിനെ പറ്റില്ല. എനിക്ക് അയാളൊപ്പം കൈ കെട്ടിയപ്പോൾ തന്നെ എനിക്കത് പറ്റാതെയായി, എന്നെ മെന്റലി ഡൗൺ ആക്കി, എനിക്ക് വരിക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യായിരുന്നു, എന്നെ വിഷമിപ്പിക്കായിരുന്നു, എനിക്ക് എന്നെ അതുപോലെ ദ്രോഹിച്ചു എന്നുള്ള രീതിയിലൊക്കെ അവിടെ നോറ എണ്ണിപ്പെറുക്കി കരയുന്നുണ്ട്. ഭയങ്കര കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ കരച്ചിൽ കേട്ടുകൊണ്ട് ബിഗ് ബോസ് ജിൻഡോയ്ക്കെതിരെ എന്തെങ്കിലും തീരുമാനമെടുക്കണമെന്നോ അല്ലെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ട് വരുന്ന സമയത്ത് ജിൻഡോയെ ചോദ്യം ചെയ്ത് വഴക്ക് പറയണമെന്നോ നോറ ആഗ്രഹിക്കുന്നുണ്ട്. അതുമാത്രമല്ല, പ്രേക്ഷകരുടെ ഇടയിലേക്ക് ജിൻഡോ എന്ന വ്യക്തി വളരെ മോശമായി തൻ്റെ അടുത്ത് പെരുമാറിയെന്നും തനിക്ക് ജിൻഡോയെ ഇഷ്ടമല്ല എന്നും മോശം വ്യക്തിയാണെന്നും ഒക്കെ കാണിക്കാനുള്ള ഒരു ശ്രമവും അതുപോലെയുള്ള ഒരു കരച്ചിൽ നാടകമാണ് അവിടെ നോറ കാണിച്ചു കൂട്ടിയിരുന്നത്. അതിനുശേഷം റസ്മിൻ ബാത്റൂമിന്റെ ഉള്ളിൽ കയറിയിട്ട് നോറയെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് നേരം ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവിടെ മൈക്കൊക്കെ ഇട്ടിട്ടാണെങ്കിലും അല്ലെങ്കിലും ബാത്റൂമിന്റെ ഉള്ളിൽ കയറി സംസാരിക്കുക എന്ന് പറയുന്നത് അവിടെ നിയമപരമായി ശരിയല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ബിഗ് ബോസ് അവിടെ ഒന്നും വിളിച്ച് പറഞ്ഞില്ല, ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങണം എന്നുള്ള കാര്യമൊന്നും ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞില്ല. പക്ഷെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ അത് വന്ന് അവരെ തിരുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ബാത്റൂമിന്റെ ഉള്ളിൽ കയറി നിന്ന് സംസാരിക്കാൻ പാടില്ല, ഡ്രസ്സിംഗ് റൂമിന്റെ ഉള്ളിൽ കയറി നിന്ന് സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ അവിടെ ബിഗ് ബോസ് മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ അവിടെ ക്യാപ്റ്റൻ തന്നെ അവിടെ ബാത്റൂമിന്റെ ഉള്ളിൽ കയറിയിട്ട് നിന്ന് സംസാരിച്ച് നോറയെ സമാധാനിപ്പിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്തായാലും അതും ചോദ്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ അത് വിലക്കേണ്ട കാര്യം തന്നെയുണ്ട്. പോരാത്തതിനെ നോറയുടെ കരച്ചിൽ നാടകവും ഒരു കാര്യമില്ലാത്ത കാര്യത്തിലാണ് നോറ കരഞ്ഞത് എന്നാണ് എനിക്ക് തോന്നിയത്. അവിടെ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് കുറച്ചു നേരം കൈ കെട്ടിപ്പോയി നടന്നു എന്നുള്ളത് കൊണ്ട് അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. അത് വളരെയധികം രസകരമാക്കി മാറ്റാനായിട്ട് നോറയ്ക്ക് സാധിക്കുമായിരുന്നു. നോറ അതിന് സമ്മതിക്കാതെയാണ്. ആ സമയത്ത് അവിടെ ജിൻഡോയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ബാത്റൂമിൽ കയറി ഇത്രയും ഒരു സീൻ നോറ കാണിച്ചു കൂട്ടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയേയില്ല.